ഹേ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇത് എങ്ങോട്ടാന്നായിരിക്കും അല്ലേ? കുറേ നാളായിട്ട് ഹാർബറിൽ പോയി കുറച്ച് മീൻ മേടിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെയും തൊട്ടടുത്ത് മീനൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഹാർബറിൽ പോയി മേടിക്കുന്ന സുഖം അതൊന്നും വേറെ തന്നെയാണ്. പിന്നെ പോരാത്തിന് വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകളെയൊക്കെ നമുക്ക് കാണാമല്ലോ. നമ്മുടെ ഹാർബറിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഇത്. ഓരോരോ ഭിത്തികളും എന്തു ഭംഗിയായിട്ടല്ലേ അവർ വരച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഹാർബർ അങ്ങ് എത്തിയിട്ടോ. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല മീനിന്റെ മണം. നല്ല കളർ ഞണ്ട് കഴിഞ്ഞു. Hey guys, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഏറ്റവും കൂടുതലായിട്ടുള്ള ചെരുപ്പിട്ടുകൊണ്ട് വേണം നിങ്ങൾ ഹാർബറിൽ പോകാൻ. വേറൊന്നും കൊണ്ടൊന്നുമല്ല കേട്ടോ, അവിടെ നല്ല ചെളിയാ. ഇതൊക്കെ ഉണക്കമീൻ്റെ സെക്ഷനാട്ടോ. അത് പിന്നെ നമ്മൾ മലയാളികൾക്ക് എങ്ങനെയാണല്ലോ, ഹാർബറിൽ പോയി കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ രമണനെ ആയിരിക്കുമല്ലോ. ഇത് ചെറിയ കടകാരല്ലേ, അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ചീത്ത മീൻ കൂട്ടിയിട്ടതാണോ അതോ ഉണക്കമീൻ ഉണക്കാൻ വെച്ചേക്കുന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഈ കിടക്കുന്ന എന്നാന്നറിയാവോ, ഇതാട്ടോ സ്രാവം കുഞ്ഞ്. പെട്ടെന്ന് കണ്ട പട്ടി കിടക്കുന്ന പോലെ തോന്നുമെങ്കിലും ഇത് തെരണ്ടി മീനാട്ടോ. ബയോളജിക്ക് ഇത് വരച്ചിട്ടുണ്ട്. ഫ്രഷാണ്, പക്ഷേ ഭയങ്കര റേറ്റ്. നോക്കിപ്പോണ്ടേ ഉണ്ട്. അങ്ങനെ കുറച്ച് കൂന്തലും കുറച്ച് പാംപ്ലേറ്റും പിന്നെ കുറച്ച് കൊഞ്ചും ഞങ്ങളങ്ങ് വാങ്ങിച്ചു കേട്ടോ. കൂന്തൽ ക്ലീനാക്കുന്ന കേട്ടോ ഈ കാണുന്നേ. ഷാൻജിനെ പിടിക്കുക, അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ അറിയാതെ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതിന്. തലയും കണ്ണൊക്കെ ക്ലീനാക്കി കഴിയുമല്ലേ. ആൾക്കാർക്കൊക്കെ അറിയാം, നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. ഉണക്കമീനാട്ടോ ഈ കൂട്ടിയിട്ടേക്കുന്നേ. ഇതൊക്കെ കാണുമ്പോഴാണ് ഇതാണല്ലോ നമ്മൾ കഴിക്കണേന്ന് ഓർക്കണം. ഇങ്ങനെയൊക്കെ കണ്ടാലും എന്നാലും നമ്മുടെ ഉണക്കമീനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, നമ്മൾ പിന്നെയും വാങ്ങിച്ചു പോകും. അല്ല, ഈ കൊഞ്ച് ക്ലീനാക്കാൻ എനിക്കറിയാം. ഇങ്ങനെ വറക്കത്തില്ല, പറഞ്ഞാൽ അങ്ങനെയൊക്കെ വറക്കത്തില്ല. ഈ ഒരു ടൈപ്പ് ഹലോ ഗായ്സ്, ഞങ്ങളപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിനൊക്കെ എണീക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ വെളുപ്പിനൊന്നും എണീക്കാനുള്ള നമുക്ക് പറ്റിയില്ല. ഇന്ന് സൺഡേ അല്ലേ, സൺഡേസ് ഹോളിഡേ എന്നാണല്ലോ. ഞങ്ങളപ്പോൾ പിന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഹാർബറിൽ വന്നതാണ്. ഹാർബറിൽ വന്ന് മീനൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് മീൻ
പ്രോൺസ് ഒക്കെ ഉണ്ട്. ഇപ്പം പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നുള്ള വിചാരത്തിൽ നമ്മൾ ഇരിക്കണം. അങ്ങനെ അപ്പം ഹാർബറിൽ നിന്നുള്ള ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. മീൻ ഫ്രഷ് അല്ലെങ്കിലും നല്ല മീൻ ഫ്രഷാ, കടലിൽ നിന്ന് കൊണ്ടുവരുന്ന ഫ്രഷ് മീനല്ലേ. 2-3 ദിവസം കഴിയുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഫ്രഷ് മീനും വാങ്ങിച്ച് ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാട്ടോ. അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ, ബൈ.